BJPയിലേക്ക് വരില്ല, SDP പോയാലും എന്നാണ് പത്മകുമാർ പറഞ്ഞത്. പക്ഷേ പത്മകുമാർ CPMനെ സൂചിപ്പിക്കാനാണ് പറഞ്ഞതെങ്കിലും കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടിക്കെതിരെ പരസ്യമായി നിലപാട് സ്വീകരിച്ച പത്മകുമാറിനെ പപ്പും പൂടെയും പാർട്ടി തന്നെ എടുക്കും എന്നതാണ്. പത്മകുമാറിനപ്പോൾ ഇനി SDP ധൈര്യമായി വരാമല്ലോ. അതിന് കാരണം ഇപ്പോൾ SDP പോകുമെന്നൊക്കെ പറയുന്നത് എനിക്കൊണ്ട് ഒരു പക്ഷേ ഒരു സാധാരണ പദപ്രയോഗത്തിൻ്റെ ഭാഷ മാത്രമായിട്ട് വിചാരിച്ചാൽ മതി. ഏതാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നട്ടലിലുള്ളവർക്കൊന്നും നിൽക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പത്മകുമാറിനെയൊക്കെ പോലെ പത്മകുമാറിനെ ഏതെല്ലാം തരത്തിലാണ് ഈ പാർട്ടി അപമാനിച്ചതിൻ്റെ കണക്കുകൾ നിരവധിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശബരിമലയിലായിരുന്നു, ശബരിമലയിൽ കോൺട്രാക്ടറായിരുന്നു, ആ തേങ്ങെടുക്കുന്നതിൻ്റെ കോൺട്രാക്ടറായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ ശിക്ഷണത്തിൽ വളർന്നിട്ടുള്ള മകനാണ് പത്മകുമാർ. ആ പത്മകുമാറിന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ശബരിമലയിൽ കൊണ്ടുവന്നിട്ട് ഏറ്റവും കൂടുതൽ ശബരിമല വിരുദ്ധരായിരിക്കുന്ന ആളുകളെ ക്ഷേത്രത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള യുവതീ പ്രവേശനം എന്ന് പറയുന്ന ഒരു ആഖ്യാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ പരിശ്രമം നടത്തിയത്. അത് സത്യത്തിൽ അതിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്ന പത്മകുമാറിനെയാണ്. അന്ന് പത്മകുമാർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പല ദിവസങ്ങളിലും. അത്രയും നാണം കെട്ട് അവശനായി. കാരണം ശബരിമല കൊണ്ട് ശ്രീധർമ്മശാസ്താവിൻ്റെ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടിയിട്ടുള്ള കുടുംബമാണ് പത്മകുമാറിൻ്റേത്. ആ കുടുംബത്തിൽപ്പെട്ട പത്മകുമാറിനെയാണ് ഇവരിങ്ങനെ അത്യന്തം വേദനിപ്പിച്ചാണ്. അന്ന് പത്മകുമാറിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയത് കണ്ണീരായിരുന്നില്ല, ചുടുചോരയായിരുന്നു ഒഴുകിയത്. അത് കണ്ടിട്ട് ആസ്വദിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഈ ഗോവിന്ദ മാഷൊക്കെ അടക്കമുള്ള ആളുകൾ, ഈ പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ. അത് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്തനംതിട്ടയിലും ആലപ്പുഴ ജില്ലയിലുണ്ടായിരുന്ന ചില വർഗീയപരമായിരിക്കുന്ന ധ്രുവീകരണത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അങ്ങനെ പത്മകുമാറിനെ സംബന്ധിച്ച് ഏത് സമയത്തും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാവുന്ന ഒരു സാഹചര്യം വളരെ വർഷങ്ങളായിട്ട് നിലവിലിരിക്കുന്നുണ്ട്. പിന്നെ പത്മകുമാർ പറഞ്ഞ് ഞാൻ BJPയിലേക്കില്ല, ഞാൻ അപ്പുറത്തേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞത് അതിനകത്തൊന്നും എനിക്ക് വലിയ ഗൗരവം തോന്നിയില്ല. കാരണം പത്മകുമാറിന് എവിടെയെങ്കിലും പോകാണ്ട് പറ്റില്ല. അല്ലെങ്കിൽ പത്മകുമാർ മിക്കവാറും പോകാൻ പോകുന്നത് ഇനി ഏതെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് പോവുക. ബ്രാഞ്ച് കമ്മിറ്റി പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് എടുത്തു കൊടുക്കാവുന്നത് അവർ പോസ്റ്റർ എടുത്തു കൊടുക്കാൻ വളരെ സാധ്യതയുണ്ട്. വീണ ജോർജിൻ്റെ ഇലക്ഷൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന പണി മിക്കവാറും പത്മകുമാറിന് കൊടുക്കും. അത് പത്മകുമാറിന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പത്മകുമാറിനെ കുറിച്ച് മാത്രമല്ല ഇപ്പം നിങ്ങൾ പത്മകുമാറിനെ ചവിട്ടി പുറത്താക്കുന്ന G. സുധാകരനെ ഏത് നിമിഷം തൊഴിച്ച് പുറത്താക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും P. ജയരാജനടക്കമുള്ള ആളുകളെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ശക്തി കൂടി വന്നതിന് ശേഷം അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ആളുകളെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത്. ഒരു ക്ഷേത്ര താല്പര്യമുള്ള ആളാണ് KR പത്മകുമാർ. അങ്ങനെ അമ്പലത്തിൽ പോകുന്നതിന് ഈ പാർട്ടിയിൽ വേണ്ടെന്ന് തീരുമാനിച്ചാലോ? അതുകൊണ്ടാണ് പപ്പും കൂടെയൊക്കെ പറിക്കുന്നു പറഞ്ഞത്. കാരണം അമ്പലത്തിൽ പോകുന്നവരെ പ്രസ്ഥാനത്തിനകത്ത് വേണ്ട. അതിന് G. സുധാകരന് അല്പം ഇത്തരം കാര്യങ്ങളിൽ കാര്യവിവരമുള്ള ആളാണ്. G. സുധാകരൻ വേണ്ടാന്ന് തീരുമാനിച്ച ഒരു പാർട്ടി. G. സുധാകരൻ ഇപ്പോൾ ചെയ്ത് ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിൽ എന്തെങ്കിലും കണ്ടപ്പോൾ ഉള്ളത് ഒരു നിവൃത്തിയില്ല പുള്ളിയെ സംബന്ധിച്ച്. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തരത്തിൽപ്പെട്ട നേതാക്കന്മാരെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. അത് ജയരാജൻ മാത്രമല്ല, എല്ലാ ജില്ലകളിലും അവർ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ. അവർ ടാർഗറ്റ് ചെയ്തിട്ട് കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് പുറത്താക്കുന്നത്. ഇത് ബംഗാളിൻ്റെ അവസ്ഥ തന്നെയാണ്, സംശയമൊന്നുമില്ല. ബംഗാൾ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഒരു സമയത്ത് ബംഗാളിലുണ്ടായിരുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നതിന് ശേഷം നിരവധി ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളിൽ നിന്ന് RSSന് BJPയുടെ ഓഫീസുകളാണ്, മമതാ ബാനർജിയുടെ പാർട്ടിയുടെ ഓഫീസാണുള്ളത്. സമാനമായ രീതിയിലും കേരളത്തിലും വരും. കേരളത്തിൽ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും അടക്കമുള്ള പാർട്ടി ഓഫീസുകൾ നാളെ ഏതെങ്കിലും കാലത്ത് RSSൻ്റെ കാര്യാലയമോ BJPയുടെ ഓഫീസായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ട. ഇവിടെ പത്തനംതിട്ടയിലും ആലപ്പുഴയിലേക്കുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ അത് RSSൻ്റെ കാര്യാലയമോ BJPയുടെ ജില്ലാ ഓഫീസുകളായിട്ട് മാറി നമ്മൾ അത്ഭുതപ്പെടാനില്ല. കാരണം അവിടേക്ക് ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ്. ഇവരെ തിക്കിപ്പുറത്താക്കാനും ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് എടുത്തു നോക്ക്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇപ്പോൾ ആരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്പലപ്പുഴ പോലെയുള്ള ക്ഷേത്ര നഗരം പോലും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ SDP ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ഈ കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷനകത്ത് അവരുടെ PDPയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്
ആലപ്പുഴയിൽ MLA CPM-ന്റെ. എന്തൊരു പാതകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ല നടപടിയൊക്കെതിരായിട്ട് വന്നോ? വല്ല അന്വേഷണം അയാളെ കുറിച്ച് വന്നോ? ഒന്നും വന്നില്ലല്ലോ. മറിച്ച് ഏതെങ്കിലും ബാലഗോപാലനോ അല്ലെങ്കിൽ G. സുധാകരനോ അല്ലെങ്കിൽ KR പത്മകുമാറൊക്കെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കും പാർട്ടിക്കകത്ത്. അവരെക്കുറിച്ച് അതും ഇതൊക്കെ ഒന്ന് വിളിച്ചു പറയുന്നൊരു സ്വഭാവമുണ്ട്. ഏതാണെങ്കിലും ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരു കാരണവശാലും നിൽക്കാൻ പറ്റാത്ത പാർട്ടിയായിട്ട്, കാരണം അതിന് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം കോൺഗ്രസ് പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലത്ത് നിലനിൽപ്പിന് മുഖ്യമായിട്ടുള്ള സൂത്രധാരന്മാർ അവിടുത്തെ ഹിന്ദുക്കളായിരിക്കുന്ന ആളുകളാണ്. അവിടുത്തെ പാടത്ത് പണിയെടുക്കുന്നവരാണ്, അവിടെ പറമ്പിൽ പണിയെടുക്കുന്നവരാണ്, അവിടുത്തെ സർവ്വസാധാരണക്കാരായിരിക്കുന്ന തൊഴിലാളികളാണ്. അത് കുട്ടനാട്ടിലെ ആണെങ്കിലും കൊള്ളാം, പത്തനംതിട്ട ജില്ലയിലായാലും കൊള്ളാം, ആലപ്പുഴയിലും കൊല്ലമായാലും തിരുവനന്തപുരത്തൊക്കെ ആയാലും കൊള്ളാം. ആ തരത്തിൽപ്പെട്ട സർവ്വസാധാരണക്കാരായിരിക്കുന്ന തൊഴിലാളികളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത്. അത് കണ്ണൂരൊക്കെ തന്നെ അവസ്ഥ അങ്ങനെയാണ്, മലബാറിൽ മുഴുവൻ അവസ്ഥ അങ്ങനെയാണ്. ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം തുടങ്ങിയത്. ആദ്യത്തെ സമരം വരുന്ന 1921 സമയത്ത് AK ഗോപാലൻ നേതൃത്വം കൊടുക്കുന്ന കണ്ടോത്ത് സമരമുണ്ട്. ആ കണ്ടോത്ത് സമരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പുലയ സമുദായത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഈഴവ് സമുദായം നടത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ കൂടി ത്തിൻ്റെ മുമ്പിൽ കൂടി നടന്നിട്ടുള്ള യാത്രയാണ് കണ്ടോത്ത് സമരം. അത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. അത് AK ഗോപാലൻ ടേക്ക് എ ആണ്. അങ്ങനെയുള്ള AK ഗോപാലനാണ് മറ്റേ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സമരനായകന്മാരിൽ ഒരാളായിരുന്നു. അങ്ങനെയൊക്കെ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഹൈന്ദവ പ്രശ്നങ്ങളെ ഏറ്റെടുത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് ഹിന്ദുക്കളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്ന രീതിയിൽ കേരള രാഷ്ട്രീയത്തെ മാറ്റിയിരിക്കുന്നു. അവിടെ ഇവർക്ക് സ്പേസ് ഇല്ല. അവിടെ KR പത്മകുമാറിന് സ്പേസ് ഇല്ല. കാരണം പുള്ളി ചെയ്യുന്നൊരു വലിയൊരു പാതകമുണ്ട്. പുള്ളി അമ്പലത്തിൽ പോകുന്നുണ്ട്, ശബരിമലയിൽ പോകുന്നുണ്ട്, പുള്ളിയുടെ അച്ഛന് ശബരിമലയായിട്ട് ബന്ധമുണ്ട്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് അംഗീകരിക്കാൻ പറ്റൂല. G. സുധാകരൻ്റെ പ്രശ്നം എന്താ? അദ്ദേഹം രാമായണം വായിക്കുന്നു. അങ്ങനെ രാമായണം വായിക്കാമോ? പാടില്ലല്ലോ. ഇത് പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. ഈ തരത്തിൽപ്പെട്ട ഹൈന്ദവ ദർശനങ്ങളുമായിട്ട് ഇവരിഴുകിച്ചേരുന്നൊരു പ്രവർത്തനം ഒരു പരിധിവരെയെങ്കിലും ഉള്ള ആളുകളെ മുഴുവൻ ആട്ടിപ്പുറത്താക്കുന്ന ഒരു സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ഏകദേശം ഒരു 10 കൊല്ലമായിട്ട്, എനിക്ക് തോന്നുന്നു ഏകദേശം ഇദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ തുടക്കത്തോടു കൂടിക്കൊണ്ട് അവരാ ലൈനാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. സാർ, ഈ P. ജയരാജനെ പോലെ അല്ലെങ്കിൽ പത്മകുമാറിനെ പോലെയൊക്കെ ഉള്ളവരെ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, ഈ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷമുള്ളത്, കുറച്ചുകൂടി ജനസ്വാധീനമുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് കുറച്ച് P. ജയരാജനെയൊക്കെ കണ്ണൂരിലെ ചെന്താരകം എന്നാണ് വിളിക്കുന്നത്. അത്രത്തോളം PJ ആർമിയൊക്കെ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് പിണറായിയെക്കാളിലും കൂടുതൽ ആളുകൾ P. ജയരാജനോടൊപ്പം അണിനിരക്കാൻ ഉണ്ടാകും എന്നാണ്. അപ്പം ഇതുപോലെ ഇപ്പോൾ A. പത്മകുമാറാണെങ്കിലും അദ്ദേഹത്തെ ഉൾപ്പെടെ ഇങ്ങനെ മാറ്റി നിർത്തിയാൽ ഈ പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടായിരിക്കും? അല്ല, അത് തന്നെയാണ് പ്രശ്നമുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞാൽ P. ജയരാജനെ ചെന്താരകം എന്ന് വിളിക്കുന്നു. അത് ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല, പിണറായി വിജയന് ഇഷ്ടപ്പെടില്ല. പിണറായി വിജയന് മരുമകന് അത് കണ്ട് സഹിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ വേറെ പറഞ്ഞല്ലോ, കോവിഡ് കാലത്ത് അവിടെ ഏറ്റവും കൂടുതൽ കോവിഡിനെതിരായിട്ടുള്ള ആ ഒരു പടപ്പുറപ്പാടിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. എന്താ ഇപ്പോൾ ടീച്ചറിൻ്റെ അവസ്ഥ എന്താ? ആ ടീച്ചറെ പാർട്ടിക്കകത്തുണ്ട് ഇപ്പോൾ സത്യത്തിൽ. എനിക്കറിഞ്ഞൂടാ. അവരടുത്ത ഇലക്ഷൻ മട്ടന്നൂർ മത്സരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് പോലും നിവൃത്തിയില്ലാത്ത രീതിയിലാണ്. അതേപോലെ തന്നെ സുധാകരൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സുധാകരനോട് സ്വാധീനമുണ്ട്. സുധാകരൻ സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സുധാകരൻ വേണ്ട. സുധാകരൻ മാത്രമായിരിക്കില്ല, സുധാകരൻ്റെ സഹോദരിയാണല്ലോ P. സതീദേവി, പഴയ വനിതാ കമ്മീഷൻ്റെ ആളൊക്കെയാണ്. ആ സഹോദരിയുടെ അവസ്ഥ ഇപ്പം എന്താ? ഇവരെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് പോലെയാണ്, പൊടി പോലുമില്ല കണ്ടുപിടിക്കാന്നുള്ള രീതിയിലേക്ക് ഇവരെല്ലാം മാറ്റാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ണൂരിൽ വ്യാപകമായിട്ട് ഇപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും ജയരാജനെ കൊണ്ട് MV ജയരാജനെ കൊണ്ടും മറ്റേ ജയരാജനെ EP ജയരാജനെ കൊണ്ടുവന്നൊക്കെ തോന്നും. ഇതെല്ലാം സാധാരണ പറയുന്നത് ആദ്യം P. ജയരാജനെ പുറത്താക്കുന്നു, പിന്നെ ആദ്യം TP ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്തു, അതിനുശേഷം P. ജയരാജനെ ഇല്ലായ്മ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ MV ജയരാജനാണോ EP ജയരാജനാണോ എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കും. സമാനം തന്നെയാണ് പത്തനംതിട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ വീണ ജോർജിനെയൊക്കെ പോലെയുള്ള കൃത്യമായിട്ട് ക്രൈസ്തവ ലോബിയുടെ പിൻബലമുള്ള ആളുകൾ. എന്താ വീണ ജോർജിൻ്റെ ഭർത്താവിൻ്റെ പണി എന്താ? അദ്ദേഹം ആരാണ്? അദ്ദേഹം കൃത്യമായിട്ട് അവിടെ സഭയായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അങ്ങനെ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ ഭാര്യയെ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് MLA ആക്കിയിട്ട് നിർത്തി മത്സരിപ്പിച്ച് അവരെ മന്ത്രിയാക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പണിയാണല്ലോ ഇത്.
അതിന് ഇവരുടെ കഴിവൊന്നും അല്ലല്ല. ശൈലജ ടീച്ചറിൻ്റെ മാതിരി കഴിവൊന്നും വീണ ജോർജിനുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പ്രതിഭാഹരിയുടെ പോലും കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ പ്രതിഭാഹരിയുടെ പ്രശ്നം, പ്രതിഭാഹരി ഏത് നിമിഷം വേണ്ടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോവും. അതിന് സാധ്യതയുണ്ട്. നമ്മുടെ ആലപ്പള്ളി ചിത്തരഞ്ജൻ അടുത്തൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ CPM-ൽ ഉണ്ടാവില്ല. എനിക്ക് നന്നായിട്ടറിയാം. കാര്യം ചിത്തരഞ്ജൻ അടക്കമുള്ള ആളുകളെ ഈ പറയുന്ന പത്മകുമാറിൻ്റെ അതേ ഗതിയാണ് ചിത്തരഞ്ജന് വരാൻ വേണ്ടി പോകുന്നത്. അവിടെ ആ പാർട്ടിക്കകത്ത് വരാൻ പോകുന്നത് സംഘടിതമായിരിക്കുന്ന ശക്തിയുള്ള തീവ്രവാദ ശക്തികളുടെ ബലമാണ് അവിടെ വരാൻ പോകുന്നത്. ഒരുപക്ഷെ അതിന് സാധ്യത ഉണ്ടാവുന്നത് ഈ തോറ്റ MP ഉണ്ടല്ലോ ഇപ്പോഴത്തെ ആരിഫ് അടക്കമുള്ള ആളുകൾ. എങ്ങനെ ആരിഫിൻ്റെ പൊല്ലാരോട് ജയിക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഹൈന്ദവ വോട്ടുകളും സംഘടിതമായിരിക്കുന്ന മുസ്ലിം വോട്ടുകളും പിടിച്ചുകൊണ്ടാണ് ആരിഫ് അവിടെ ജയിച്ചു വന്നത്. അപ്പം അതുകൊണ്ട് ഈ തരത്തിൽപ്പെട്ട KR പത്മകുമാറിനും G സുധാകരനും P ജയരാജനും ഒന്നും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനിയുള്ള കാലത്ത് ഒരു നിലനിൽപ്പുമില്ല എന്നുള്ളതാണ് നമ്മുടെ വസ്തുതകൾ പഠിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.